a special episode of Filmy Bazaar, an ultimate entertainment updates from movies. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹാവ് വെഡിങ് സെന്റർ തലശ്ശേരിയാണ് രണ്ട് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, ഹിറ്റ് മേക്കർ ആൻഡ് ഹാൻസം മ്യൂസിഷ്യൻ ഗോപി സുന്ദർ ആണ്. എനിക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും വേർഡ്സ് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. സോ ചേട്ടാ, വെൽക്കം ടു ഷോ. സോ പുലിമുരുകൻ വിശേഷങ്ങളാണ് ഇന്ന് മുഴുവൻ പറയാനുള്ളത് നമുക്ക്. ഞാൻ ഈ ഫസ്റ്റ് ഡേ തന്നെ മൂവി കണ്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്നിട്ട് പുലിമുരുകൻ ഇങ്ങനെ ഇരുന്ന് കാണേണ്ടി വന്നു. അപ്പം തന്നെ ആ ഒരു പഞ്ച് നമ്മൾ ഫീൽ ചെയ്തു. ഇപ്പോഴും ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ മൂവി കണ്ടതിൻ്റെ ഒരു അത്രമാത്രം എൻജോയ് ചെയ്ത ഒരു മൂവിയായിരുന്നു. അതിൻ്റെ മ്യൂസിക് അത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ പോർഷൻസും വളരെയധികം ആ മൂവിയെ ഗ്രേറ്റ് ആക്കി. പക്ഷേ ഗോപി സുന്ദർ അതിലൊരു വലിയ റോള് വഹിച്ചു എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിക്കാണ് ആ സിനിമയെ അത്രമാത്രം ഹൈറ്റ്സിലെത്തിയത് എന്ന ഒരു ഗ്രേറ്റ് ആക്ടർ നമ്മുടെ ലാലേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചേട്ടന് പറയാനുള്ളത്? ലാലേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷം. എസ്പെഷ്യലി അതിൻ്റെ ഒരു വൈശാഖ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, എൻ്റെ ഒരു ബ്രദറിൻ്റെ. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്താ പറയുക തൃശ്ശൂരിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അപ്പം വൈശാഖ് പൊതുവെ എന്നെ എപ്പോഴും എന്താ പറയുക വളരെ ഒരു ബ്രദർലി ആയിട്ട് എന്നെ ഒരു ബ്രദർ ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇത്രയും എഫേർട്ട് എടുത്ത് അത് 2 വർഷം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ കാടുകളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും എഫേർട്ടായിട്ട് അവർ കൊണ്ടുവരുന്നൊരു പ്രോജക്റ്റിന് എനിക്ക് വേണ്ടുന്ന രീതിയിൽ സമയം തന്നു എന്നുള്ളൊരു കാര്യമാണ് ഇത് മറ്റുള്ള സിനിമയിൽ നിന്ന് ഇത് വ്യത്യാസപ്പെടുത്തുന്നത്. എനിക്ക് ആവശ്യമുള്ള സമയം തന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ മാക്സിമം അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. അതിപ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആളുകളെല്ലാവരും എന്താ പറയുക ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് തന്നെ ഞാൻ പറയും. ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എനിക്ക് ഫോൺ നിലത്തിറക്കി വെക്കാൻ പറ്റിയിട്ടില്ല. കീപ്പ് ഓൺ കോളിങ്. ആരെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരുപാട് പേര് വിളിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുകയാണ് ഈ സമയത്ത്. ഇങ്ങനൊരു സിനിമ എൻജോയ് ചെയ്തതിൽ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനൊരു എന്താ പറയുക ഒരു വിരാമം കിട്ടി. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫ്രീ ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിൽ വലിയൊരു റിലാക്സേഷൻ, അതൊരു കിളി പോയ ഒരു അവസ്ഥയാണ്. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ശരിക്കും ചേട്ടൻ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഏറ്റെടുത്തത് ഈ ഒരു ബിഗ് സിനിമയുടെ. വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണത്. കാര്യം ലാലേട്ടൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ മാസ് സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ ഒരു ജോണറിൽ ഇങ്ങനെ ഒരു മാസ് സിനിമയ്ക്കുള്ള സ്പേസ് ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാര്യം അത് ശരിക്കും ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസും അറ്റ് ദ സെയിം ടൈം അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ക്യാമറ അതിൻ്റെ എഡിറ്റിങ് എല്ലാം കൂടി ഒരു ടീം വർക്കാണ്. എല്ലാം കൂടി വന്നപ്പോഴാണ് ആ ഒരു പടം ഒരു പക്ക ഒരു എൻ്റർടൈനറായി മാറുകയും എന്താ പറയുക തിയേറ്ററിൽ ലാലേട്ടൻ മിഷ്യൻ ഗൺ അടിക്കുന്ന പോലെയാണ്, മിഷ്യൻ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ പീറ്റർ ഹെയ്ൻസിന്റെ ഫൈറ്റ്സും കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി എന്നെ അതിലോട്ട് നിയമിച്ചതിന് വൈശാഖിന് 1000 നന്ദി. പിന്നെ ടോമിച്ചൻ മുളകുപാടൻ ചേട്ടൻ എടുത്ത ഈ ഒരു എഫേർട്ട്, ഇത്രയും വലിയൊരു ബഡ്ജറ്റിലൊരു സിനിമ അത് മലയാളത്തിൽ അതൊരു അൺബിലീവബിൾ ആണ്. അങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടുക വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാ കാര്യവും നോക്കിയും കണ്ടു അത് ആ സമയത്ത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ടു ടോമിച്ചൻ മുളകാടൻ ചേട്ടൻ. കുറേ നാളായിട്ട് തന്നെ നമ്മൾ പുലിമുരുകൻ ഈ മൂവിയുടെ സ്റ്റിൽസ് ആണെങ്കിലും അങ്ങനെ സ്റ്റിൽസ് ഒന്നും തന്നെ നമ്മൾക്ക് അങ്ങനെ അധികം കാണാതെ ഭയങ്കര ഒരു സസ്പെൻസിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിലേഴ്സും അങ്ങനെ ടീസേഴ്സ് ഒക്കെ കണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി. എന്നാലും ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ഇതെന്താണ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. എന്തായാലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ വന്നു എന്നുള്ളതാണ്. ഗോപി സുന്ദർ മ്യൂസിക് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ ഗോപി സുന്ദറാണ് അതിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പം തന്നെ പാട്ടുകളൊക്കെ ഹിറ്റ് തന്നെ എന്നാണ് അതിൻ്റെ ഒരു എല്ലാവരുടെയും ഒരു ഇതാണ്. അങ്ങനെ ഒരു അംഗീകരിക്കുകയാണ് അപ്പം തന്നെ പാട്ടുകളൊക്കെ ഹിറ്റാണെന്നുള്ളത് അപ്പം തന്നെ പറയുകയാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഇത്രയും വലിയൊരു സക്സസ് ആകും, ഇത് അത്രയും ഇതാണ് എന്നുള്ളതൊരു കോൺഫിഡൻസ് അപ്പോഴേ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അതൊരു ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഏത് സിനിമ ചെയ്യുമ്പോഴും ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളും ഞാൻ ചെയ്യാറുണ്ട്. ഇൻ ദ സെൻസ് ഞാനൊരു പ്രൊഫഷനാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ആ സിനിമയോട് മാക്സിമം നീതി പുലർത്തുക, നമ്മളുടെ ജോലി കൊണ്ട് അതിന് നീതി പുലർത്തുക എന്നുള്ളതാണ്. അപ്പം അതിന് എന്താണ് വേണ്ടത്? അതിനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു വർഷം 22 പടമൊന്നും ഒരിക്കലും റിലീസാവില്ല, 2-3 സിനിമകൾ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമയിലും എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മാക്സിമം എന്നെ കൊണ്ടാവുന്നത്, എൻ്റെ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ അതിലോട്ട് നീതി പുലർത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പം പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ടും ഞങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. കാര്യം ഇതുവരെ എന്താ പറയുക, ഒരു മാസ് സിനിമ വന്നിട്ട് ഒരുപാട് കാലം, ഇപ്പോൾ മാസ് സിനിമ ഇത്രയും ആളുകൾ ഇത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു. അപ്പം ഏത് രീതിയിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പല സീക്വൻസുകളും ഞാനും വൈശാഖം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ വർക്കൗട്ട് ആയിട്ടില്ല, അപ്പോൾ അതിനെങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു 6 കൊണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞൊരു ഒരു 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 കാര്യത്തിൽ നമുക്ക് ഒരു സിനിമയുടെ സ്വഭാവം വരെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നൊരു മേഖലയാണത്. അപ്പോൾ അതിൽ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഏതൊരു സിനിമയായാലും, അതിന് ഇന്ന സിനിമ ഇത് നല്ല സിനിമയാണ് ഇത് മോശം സിനിമയാണെന്നുള്ളത്, ഏത് സിനിമയായാലും അതിന് എന്നെ കൊണ്ട് വന്ന മാക്സിമം ഞാൻ കൊടുക്കും. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു വിഷ്വലിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ്, അതിലിപ്പം ചേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ ഇട്ടു, എപ്പോഴെങ്കിലും അത് ഈ ഒരു പുലിമുരുകൻ മൂവിയിൽ അത് എപ്പോഴെങ്കിലും ചേഞ്ചസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചേഞ്ചസ് ചെയ്യേണ്ട അവസ്ഥ വരാറില്ല. പൊതുവെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ വൈശാഖ് ഫുൾ ടൈം 24/7 എൻ്റെ കൂടെ ഉണ്ടാവും ആ സമയത്ത്. ഇപ്പം ഞാൻ വൈശാഖിനെ മിസ് ചെയ്യാണ്. കാര്യം അദ്ദേഹം ഫുൾ ടൈം കൂടെ ഇരുന്നിട്ട് നമുക്ക് എപ്പോഴും ഒരു 10, 20, 25 ദിവസം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ചിട്ടാണ് ഒരു ഫ്ലാറ്റിനകത്ത് ഇരുന്നാണ് ഞാൻ തന്നെയാണ് എല്ലാം പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും അദ്ദേഹം. അപ്പോൾ അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു മ്യൂസിക് ഡയറക്ടറോട് ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ കൂടെ ഇരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ മൂഡ് മതിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും ഇതെല്ലാം വേറൊരു മൂഡാണ്, ഇങ്ങനെ ഒരു മൂഡ് പോകാൻ. അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ചേഞ്ച് ചെയ്യുന്നൊരു അവസരം വരുന്നില്ല. ഇനിയിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷനാണത്. ഒരു ഡയറക്ടറിനെയും ഒരു പ്രൊഡ്യൂസറിനെയും അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുകയുള്ളൂ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എത്ര പ്രാവശ്യം കൂടി മാറ്റി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ഞാൻ ഒരിക്കലും പറയാറില്ല. ഏതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നാണ് മ്യൂസിക് ഉണ്ടാവുന്നത്. അപ്പം എല്ലാം വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഏതൊരു ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും എത്ര പ്രാവശ്യം മാറ്റാൻ പറഞ്ഞാലും അവർ 2 ഓപ്ഷൻ ചോദിച്ചാൽ ഞാൻ 4 ഓപ്ഷൻ കൊടുക്കുന്ന ആളാണ്. സോ ഓൺ സ്പോട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതെന്റെ ഒരു വാശിയാണ്. ഡെഡിക്കേഷൻ ടു. ചേട്ടാ നമുക്ക് ടീസർ കണ്ടിട്ട് വരാം, പുലിമുരുകൻ ടീസർ. Back to the show, Filmy Bazaar, and ultimate entertainment updates from movies. So, പുലിമുരുകൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് the handsome and great music director ഗോപി സുന്ദറാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, അപ്പം തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ചേട്ടൻ്റെ ഫീൽ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ 2ാമത്തെ ഷോ ആണ് കാണുന്നത്. ഫസ്റ്റ് കാലത്തൊരു ഷോ ഉണ്ടായിരുന്നു, അതിന് വൈശാഖ് കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 11 മണിയുടെ ഷോ ആണ്, രാവിലെ 11 മണിയുടെ ഷോ ആണ് കണ്ടത്. അപ്പം വൈശാഖ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം വൈശാഖ് ശരിക്കും കണ്ണ് നിറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. കണ്ണിറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടി അങ്ങ് പിടിച്ച്, ഞാനും കരഞ്ഞു പുള്ളിയും കരഞ്ഞു. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അത്. സിനിമ കാണുമ്പോഴും ഞാൻ മുക്കാഭാഗം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു സിനിമ വന്നു ഒരു 10-15 ദിവസം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വിടുന്നു, റിലീസായി, അങ്ങനെ ഒരു ഫീലിംഗ് അല്ല. അതിൻ്റെ ഓരോ അണുവായിട്ട് ഞങ്ങൾ ഒരുപാട് അനലൈസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഒരു ടെക്നീഷ്യൻസിൻ്റെ സിനിമയാണത്. അപ്പം ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടൊരു സ്റ്റോറി, അതിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ബിഗ് ഫാക്ടർ നമ്മൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചു. അതിന് വൈശാഖിന് ഒരു 1000 നന്ദി. ആ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് കാസ്റ്റിങ്ങും അറ്റ് ദ സെയിം ടൈം എല്ലാവരും അതൊരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞാൻ പല സീക്വൻസ് ആളുകൾ എണീറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഇങ്ങനൊരു ടീം വരുമ്പോൾ ആളുകൾ അവിടെ തിയേറ്ററിൽ എണീറ്റ് നിന്ന് പവർ ചെയ്യും എന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആളുകൾ അവിടെ അതേപോലെ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും കാലം നമ്മളുടെ റിസർച്ചും കാര്യങ്ങളും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു എന്തൊക്കെയോ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു പോയത്. അത് വളരെ ഇമോഷണലായിട്ട് മൊമെൻ്റ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആളുകൾ അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഓക്കെ. അപ്പം മാസിൻ്റെ പൾസ് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അബദ്ധവശാൽ എന്തോ ചക്ക വീണ് മുയലെത്തുമെന്ന് പറഞ്ഞ ഒരു ഹിറ്റല്ല പുലിമുരുകൻ്റെത്. ഡെഫിനറ്റ്ലി അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അത് ഇതിലുള്ള എല്ലാ കലാകാരന്മാരുടെയും പ്രൊഫഷണലിസത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഇപ്പം ചേട്ടൻ എനിക്കൊന്ന് ഇത്രയും മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവിയിൽ ചേട്ടൻ്റെ എഫേർട്ടും സ്ട്രെയിനും എല്ലാം ഈ ഒരു മൂവിയിലുണ്ട്. എല്ലാ സിനിമയിലും നമ്മൾ എഫേർട്ട് ഉണ്ട്. പലപ്പോഴും സമയം കിട്ടാറില്ല. പലപ്പോഴും വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ്. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ വളരെ കുറച്ച് സമയം, ഔസ്താദ് ഹോട്ടൽ എല്ലാം
15-16 ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ്. ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് 10 ദിവസം കൊണ്ടിട്ടാണ്. അപ്പം എൻ്റെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നല്ല ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് സമയം കിട്ടി. സോ എനിക്ക് ഡെഫിനറ്റ്ലി അപ്പൊ എൻജോയ് ചെയ്ത് മാക്സിമം റിലാക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവരാൻ ഡെഫിനറ്റ്ലി ആളുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചർച്ച ചെയ്യപ്പെടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ പുലിമുരുകനിൽ ആ ഒരു ചർച്ച ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മുരുക ആ ഒരു ഇത് വരുമ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എന്താണ് ഒരു ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. ആ മ്യൂസിക്കും എല്ലാം കൂടെ മൊത്തത്തിൽ ആ ഒരു ഞങ്ങളത് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വൈശാഖനും എനിക്കും ഞങ്ങള് ശരീരത്തിന് ഒരു രോമം പോലും എണീറ്റ് വെക്കാനില്ല, തലമുടി അടക്കം എണീറ്റ് നിന്ന ഒരു സീക്വൻസ്. അപ്പൊ ഞങ്ങൾ അതിന്റെ മാക്സിമം ആസ്വാദനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അനുഭവിച്ചുണ്ടായ ഫീലിംഗ് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് ഓർത്തെടുക്കാൻ കഴിയും. ഇതിലൊരു മധുരമായിട്ടുള്ള നൊമ്പരമോട് കൂടിയ ഒരു വേദനയും അത് സുഖമാണ് വീണ്ടും നമ്മൾ അറിയുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ ചേട്ടന് ഒരുപാട് റെസ്പോൺസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കമന്റ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ലതാണ്, ഒരുപാട് കമന്റ്സ്. അപ്പം ഈ ഇത്രയും കേട്ടതിൽ ചേട്ടന് ഭയങ്കര ഒരു എടുത്ത ഒരു റിസീവ് ചെയ്ത ഒരു കമന്റ് ഏതാണ്, ആരുടെയാണ്? റിസീവ് ചെയ്ത കമന്റ് പറഞ്ഞാൽ ഒരുപാട് രസകരമായ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കാര്യം ഒരുപാട് പേര് ഇപ്പോൾ ഇപ്പോൾ ഏതൊരു കലാസൃഷ്ടിക്കും രണ്ട് ടേസ്റ്റ് ഉണ്ട്. അതായത് ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ ഒരു പബ്ലിക് കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്ക് അത് ഇഷ്ടപ്പെടും, മറ്റൊരു കൂട്ടം ആൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഏതൊരു കലാസൃഷ്ടിക്കും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പൊ ഇഷ്ടപ്പെടാത്തവരും വിചാരിക്കും ഇത് ആർക്കും ഇഷ്ടമല്ലെന്ന് വിചാരിക്കും, ഇഷ്ടപ്പെടുന്നവരും വിചാരിക്കും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലാസൃഷ്ടിയാണെന്ന് വിചാരിക്കും. സോ ഇതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നിടത്താണ് ഒരു കലാകാരൻ വിജയിക്കുന്നത്. സോ ആ തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ വേറെ ചില പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ട് ഇത് കൊള്ളൂല, കോപ്പി സുന്ദർ മുഴുവൻ കോപ്പി സുന്ദറാണ്, അയാൾ മുഴുവൻ കോപ്പി അടിച്ചുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഐ എം റിയലി സോറി കോപ്പി ചേട്ടാ, ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് ഫേസ്ബുക്കിലും അവിടെയൊക്കെ ഞാൻ നിങ്ങളെ പറ്റി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ വലിച്ചു കീറി ഇനിയും ഒട്ടിക്കണം. കാര്യം എനിക്ക് എന്റെ വർക്ക് കൊണ്ട് മാത്രമേ എനിക്ക് അതിന് ഉത്തരം പറയാനുള്ളൂ. അല്ലാണ്ട് എനിക്ക് അവനെ കയറി തല്ലാനോ ഇടിക്കാനൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യുക. അതിനെ അങ്ങനെ പറഞ്ഞവനെ അതേ നാവ് കൊണ്ട് അവനെ വേറൊരു രീതിയിൽ നല്ലത് പറയിപ്പിക്കാൻ എന്റെ ജോലി കൊണ്ട് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ ആ വിജയം കാണുന്നത്. സോ അങ്ങനെ ഒരുപാട് ഒരു 5-6 പേര്, ഒരു 100-ൽ കൂടുതൽ ആളെന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ 5-6 പേര് ഞാൻ നിങ്ങളുടെ ഒരു ഭയങ്കര ഹെയ്റ്റർ ആയിരുന്നു, ഈ ദാസന്റെ ചിത്രം ചേച്ചിയും പാടിയ പാട്ട് കേട്ടിട്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര ആരാധനയായി, ഞാൻ സോറി എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പറ്റി ഒരുപാട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇതൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും എഴുതണം, അതാണ് എനിക്കുള്ള ഏക ഒരു എൻകറേജ്മെന്റ്. പ്ലീസ് ഡു സോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അത് ഞാൻ മാനിക്കുന്നു. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സോ അപ്പൊ എന്തായാലും ഇതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞ ആൾക്കാരും പോസിറ്റീവായിട്ട് നല്ല റെസ്പോൺസസോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ വേറൊരു വർക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. അത് കേൾക്കാനും അതിനോടനുബന്ധിച്ച് എന്റെ വർക്ക് ഇനി ഇംപ്രൂവ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എക്സാക്ട്ലി, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എനിവേസ് എന്തായാലും നമുക്ക് ഇപ്പൊ ടീസർ കാണാം. ടീസർ. Back to the show, Filmy Bazaar, and ultimate entertainment updates from movies. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹാവ് വെഡിങ് സെന്റർ തലശ്ശേരിയാണ് 2 ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. സോ പുലിമുരുകൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ദ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ചേട്ടാ, എല്ലാവരും ചേട്ടനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, എന്താണ് ദാസേട്ടനെയും ചിത്ര ചേച്ചിയെയും ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത് എന്ന് ഒരു ചോദ്യത്തിന് ചേട്ടൻ മറുപടിയായിട്ട് പറഞ്ഞു. ഇപ്പോഴാണ് അതിന്റെ റൈറ്റ് ടൈം എന്നും പറഞ്ഞിട്ടൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്രയും വൈകിയത്? അങ്ങനെയല്ല, ഇപ്പം അവരോടുള്ള ബഹുമാനം ഭക്തിയൊക്കെയാണ്. ദാസേട്ടനായാലും ഇതുവരെ എനിക്ക് ഇനി സുയാ ചേച്ചി പാടിയിട്ടില്ല, MG ശ്രീമാറായിട്ട് ഇഷ്ടംപോലെ പേരുണ്ട് പാടാനായിട്ട്. അപ്പം ഏതൊരു മ്യൂസിക് ഡയറക്ടറും ആദ്യം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ തന്നെ ആദ്യം ആഗ്രഹിക്കുന്നത് ദാസനോട് ഒരു പാട്ട് പാടിക്കണം. പക്ഷെ എനിക്ക് അതിൻ്റെോട്ട് താല്പര്യമില്ല. കാര്യം നമ്മള് എന്താ പറയാ, ഏതൊരു പാട്ട് ചെയ്യുമ്പോഴും ദാസനോട് പാടിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അയ്യോ ഈ പാട്ട് പോലെ ഇതിനേക്കാളും നല്ലൊരു പാട്ട് വരും. അത് അവരോടുള്ള റെസ്പെക്ട് കൊണ്ടാണ്. അതിന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ളൂ. നമ്മള് അമ്മയുടെ മടിയിൽ താരാട്ട് പാടി കിടന്ന് ഉറക്കുന്നതൊക്കെ ദാസന്റെ പാട്ടൊക്കെ. അപ്പൊ അത്രയും ദാസേട്ടൻ്റെ പാട്ടുകളും ചിത്രേച്ചിയുടെ പാട്ടുകളായാലും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ
ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ലെജൻഡറി വോയിസസ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയല്ലോ. അവരോടുള്ള റെസ്പെക്റ്റും നമുക്ക് ഈ ഒരു യങ് ജനറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവരോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക അർപ്പിക്കാവുന്ന ഒരു പാട്ടായിരിക്കണം. അവരൊക്കെ പാടുമ്പോൾ നമുക്ക് വി ഷുഡ് ഫീൽ പ്രൗഡ്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഷുഡ് ഫീൽ പ്രൗഡ് ഓഫ് അസ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന നമ്മൾ അതിനോട് നീതി പുലർത്തണം. എങ്കിൽ മാത്രമേ അതിനൊരു കാര്യം ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കാൻ പറ്റൂ. സോ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇതിൽ വന്നു. യൂട്യൂബിൽ ഓൾറെഡി 1 മില്യന്റെ മുകളിൽ പോയി കഴിഞ്ഞു. കാടണിയും കാൽച്ചെല്ലും എന്നുള്ള പാട്ടാണ്. ദാസേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ദാസേട്ടൻ ഇപ്പൊ പാടുമ്പോഴും എന്താ പറയാ ഫസ്റ്റ് ടൈം പാടുന്ന ഒരു സിംഗറെ പോലെയാണ്. സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പാടിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ വേണോ മോനെ, എങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻവോൾവ്മെന്റും എന്താ പറയുക ഒരു കൊച്ചു കുട്ടികളെ പോലെ അദ്ദേഹം സ്റ്റുഡിയോ വന്നിരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോഴും കിടന്ന് കരച്ചില്ല. ഞാൻ കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം ഒഴിക്കൊണ്ടിരിക്കുക. വൈശാഖിന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. കാര്യം ഞങ്ങളൊക്കെ ദൈവത്തിന് മുകളിലോട്ട് കാണുന്ന മഹത് വ്യക്തികളാണ് അവരെല്ലാവരും. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ വേണോ മോനെ, എങ്ങനെ വേണോ മോനെ ചോദിച്ച് പാടുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാസേട്ടൻ പോലുള്ളൊരു ഇത്രയും ഗ്രേറ്റ് ലെജൻഡ് സിംഗർ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പാടിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ തളർന്നു ഉരുകി വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി. ചിത്ര ചേച്ചി ആയാലും എന്താ പറയുക, ആ ഒരു പാട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർ അത് നൊട്ടേഷൻ എഴുതിയെടുക്കുമ്പോഴൊക്കെ അവർ അദ്ദേഹം ചിത്ര ചേച്ചി കാണിക്കുന്ന ഒരു ഇൻവോൾവ്മെൻറ്റ് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം. അതേപോലെ അതിലൊരു താരാട്ട് പാട്ടുണ്ട് ടൈറ്റിൽ സോങ് ആയിട്ട്. അത് വാണിജ്യരം അത് വാണിയമ്മ പാടിയ പാട്ടാണ്. വളരെ ഹാർട്ട് ടച്ചിങ് ആണ് ആ പാട്ട്. പ്രത്യേകിച്ച് ആ വിഷ്വലിലൂടെ കാണുമ്പോഴത്തേക്ക് പൂർത്തിയായി. ഡെഫിനറ്റ്ലി ആ ഒരു ഭയങ്കര ഫീലിംഗ് ഉള്ള സോങ്, ഭയങ്കര നല്ല സോങ് ആണത്. അതെ, സാധാരണ പൊലിമുരുകൻ എന്നൊരു പേരൊക്കെ വരുമ്പോൾ അത് ഇതിനകത്ത് എവിടെയാണ് ഈ താരാട്ട് എന്നുള്ള അങ്ങനെ ഒരു പേരൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചേട്ടാ ഒരു മാസ് സോങ് ഉണ്ടാവൂലേ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പൊലിമുരുകൻ ഫാമിലികൾ എല്ലാ ഫാമിലിയും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഫാമിലിക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പയ്യന്മാര് ലാലേട്ടൻ ഫാൻസ് അങ്ങ് ഇടിച്ചങ്ങോട്ട് കയറിയേക്കാണ്. അത്രമാത്രം ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ആ ഒരു മൂവി എന്ന് പറയുന്നത്. നമ്മളെ ഇരുത്തി കളയാണ്. വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു 2 പ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടൊന്നും അത് എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും അതിന് കാണാനുണ്ട് ആ ഒരു മൂവി. പൊലിമുരുകൻ സിനിമ ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ 100 പ്രാവശ്യം കണ്ട എനിക്ക് തന്നെ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് 1 പ്രാവശ്യം കണ്ടു. ഇനി കാണാനുള്ള ആഗ്രഹം അതാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആളുകളുടെ ഒരു ഡെഫിനറ്റ്ലി എല്ലാവരും വീണ്ടും വീണ്ടും പോയി കാണണം. ഈ സിനിമ ഒരുപാട് ചെലവ് കൂടിയ ഒരു സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തുള്ള സിനിമയാണ്. അപ്പോൾ 1 പ്രാവശ്യം ഒന്നും കണ്ടാൽ പോരാ, 3-4 പ്രാവശ്യമൊക്കെ കണ്ടാൽ മാത്രമേ ഇത് മുതലാവുള്ളൂ. എന്നാലേ അത് കാണുള്ളൂ അല്ലേ, കംപ്ലീറ്റ് ആവുള്ളൂ. എങ്കിലേ ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും മലയാളത്തിൽ റിലീസ് ആവുകയുള്ളൂ. ഇതിപ്പോ ഒരു വൻ വിജയമായി മാറുമ്പോഴാണ് ഇനിയുള്ള പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും കാണണം. ഓക്കെ, അപ്പം നമ്മള് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്നുള്ളത് ചേട്ടൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. സോ എല്ലാവരും 5 ടൈംസോ 6 ടൈംസോ 10 ടൈംസോ മോർ ദാൻ ദാറ്റ് അത് കണ്ടാലും മതിയാവില്ല. അതിന് മാത്രമുള്ള ഒരു ആക്ഷൻ സീൻസും വിഷ്വലി ആണെങ്കിലും ഫാമിലി വൈസ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് നമ്മുടെ ഷോയിൽ വന്ന്. എല്ലാവരും പൊലിമുരുകൻ കാണുക, എൻജോയ് ചെയ്യുക, മ്യൂസിക് ഒക്കെ ശരിക്കും ആസ്വദിക്കുക. എന്താ പറയാ, ഇനി ഇങ്ങനെയുള്ള സിനിമകൾ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിൽമി ബസാറിന്റെ സമയം ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരുപാട് സ്പെഷ്യൽ സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. Till then, this is Nisha and the great music director Gobi Sundar signing off. Bye bye. Thank you. Bye bye.